Dear students, Kerala Engineering Entrance Examile Principles of Communication എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ കുറച്ച് കണ്ടന്റ് ഉള്ള പക്ഷേ കൃത്യതയോടെ നോക്കേണ്ട ഒരു ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ 2020 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഓഫ് ഓഡിയോ ഫ്രീക്വൻസി 700 Hz, the appropriate carrier frequency to be used is. സാധാരണ രൂപത്തിൽ കൊമേഴ്സ്യൽ ബ്രോഡ്കാസ്റ്റിംഗ് ഓഫ് വോയിസ് സിഗ്നൽസിന് വേണ്ടി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ റേഡിയോയ്ക്കുള്ളിലെ 2 ബാൻഡുകളിലെ ട്രാൻസ്മിറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീഡിയം വേവ് ബാൻഡിലെയും ഷോർട്ട് വേവ് ബാൻഡിലെയും ട്രാൻസ്മിറ്റേഴ്സ്. സാധാരണ കാരിയർ വേവായിട്ട് മീഡിയം വേവ് ബാൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അറൗണ്ട് 0.5 MHz തുടങ്ങി 1.5 MHz വരെയുള്ള വേവുകളും, പക്ഷേ ഷോർട്ട് വേവ് ബാൻഡിലെ 3 MHz തുടങ്ങി 30 MHz വരെയുള്ള വേവുകളുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രൂപത്തിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ പറഞ്ഞ ബാൻഡ് വിഡ്ത്തുകളിൽ ഒതുങ്ങുന്നത് കൊണ്ട് 700 Hz എന്ന് പറയുന്ന മോഡുലേറ്റിംഗ് വേവിനെ നമ്മൾ മോഡുലേഷൻ പ്രോസസ്സിന് വിധേയമാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കാരിയർ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിനുള്ളിൽ ഉൾപ്പെടണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സെലക്ട് ദ ഫസ്റ്റ് ചോയ്സ് എ ആസ് ദി ആൻസർ. സോ വി ക്യാൻ മൂവ് വിത്ത് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ പല കുട്ടികളുടെയും ബോർഡ് പരീക്ഷയുടെ സിലബസിൽ ഈ ചാപ്റ്റർ ഉൾപ്പെടാത്തത് കൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ തിയറി വായിക്കുവാൻ ശ്രദ്ധിക്കുക. എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്ക്, കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. The maximum line of sight distance dm between the transmitting antenna of height ht and receiving antenna of hr in longs the line of sight communication is. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഇത് എർത്ത് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ ഒരു ട്രാൻസ്മിറ്റിംഗ് ടവർ ആണെങ്കിൽ ആ ടവറിൽ നിന്ന് സാധാരണ രൂപത്തിൽ എല്ലാ ഡയറക്ഷനിലേക്കും നമ്മുടെ ഇൻഫർമേഷൻസ് മൂവ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ വരെയാണ് ഗുഡ് ക്വാളിറ്റിയിൽ ഇൻഫർമേഷൻസ് കിട്ടുന്നത് നമ്മൾ അളന്നെടുത്താൽ, സോ ദാറ്റ് ഈസ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ, അതിനെയാണ് നമ്മൾ അതിൻ്റെ റേഞ്ച് എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ ആ വന്ന് വീഴുന്നതിനെ പിക്ക് ചെയ്യാൻ കണക്കിലായിരിക്കും നമ്മളുടെ റിസീവറുടെ നമ്മുടെ ടവറിൻ്റെ പ്ലേസ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇതാണ് നമ്മളുടെ ടവറിൻ്റെ ഹൈറ്റ് HR ആണെങ്കിൽ, സോ ആ ഒരു റേഞ്ചിൽ വരുന്നതിനെ അവന് പിക്ക് ചെയ്യാൻ പറ്റും. അത് സർഫസിലൂടെ നമ്മൾ അളക്കുമ്പോഴാണ് അതിൻ്റെ റേഞ്ച് നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ സാധാരണ രൂപത്തിൽ മാക്സിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് അത് DT + DR ആയിരിക്കും. സാധാരണ നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഡിയസ് ഓഫ് എർത്ത് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മുടെ റിസീവറിന്റെ കേസിൽ നമുക്ക് എഴുതാൻ പറ്റും 2R × HR. ദാറ്റ് മീൻസ് E is the answer for the problem. So we can move with the next one, number 3. A TV transmitting antenna is 81 meter tall. It has a half power beam width of 10 degrees. If the receiving antenna is at the ground level, the service area covered by the transmitter is determined by. നമ്മൾ ഈ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഒരു
റിച്ച് ഹൈറ്റുള്ള ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന എടുക്കുമ്പോൾ അതിൽ നിന്ന് 100% ക്വാളിറ്റിയോടുകൂടി ഇൻഫർമേഷൻസ് അവൈലബിൾ ആകുന്ന മാക്സിമം സെപ്പറേഷൻ എലോങ് ദ സർഫസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം √2r/h ആണ്. അപ്പൊ സ്വാഭാവികപരമായിട്ടും എർത്തിന്റെ സർഫസിലുള്ള ഒരു വീക്ക് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡി എന്ന് പറയുന്ന റേഡിയസ് പ്രകാരമുള്ള ഒരു സർക്കുലർ ഏരിയ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും ഏരിയ എന്ന് പറയുന്നത് πd² ആയിട്ട് മാറുകയും d² എന്ന് പറയുന്നത് 2r/h ആയിട്ട് മാറുകയും ചെയ്യുന്നു. That means that area depends upon that radius and the height of the transmitter. We can say B is the answer. 2019 question ആണ്. In the amplitude modulation mode, the normal speed signal is with a maximum frequency of 5 kHz. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ് എന്ന് പറയുന്നത് 5 kHz ആണെന്ന് നമുക്കറിയാം. Carrier wave is that 200 kHz. The modulated signal will have the frequencies varying between. നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ള മാക്സിമം മിനിമം ഫ്രീക്വൻസീസ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമുക്കറിയാം നമുക്ക് വേണ്ട ഇൻഫർമേഷൻസിന്റെ അപ്പർ സൈഡ് ബാൻഡും ലോവർ സൈഡ് ബാൻഡും ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അതിൽ കിട്ടാവുന്ന മാക്സിമം ഫ്രീക്വൻസി അപ്പർ സൈഡ് ബാൻഡിലാണെന്നറിയാം, ദാറ്റ് ഈസ് fc+fm. ലോവർ സൈഡ് ബാൻഡിലാണ് മിനിമം ഫ്രീക്വൻസി, ദാറ്റ് ഈസ് fc-fm എന്നും പറയാം. സോ നമുക്ക് ഇങ്ങനെ പറയാം ദാറ്റ് ഫ്രീക്വൻസീസ് വേരി ചെയ്യുന്നത് fc+fm-നും fc-fm-നും ഇടയ്ക്കായിരിക്കും. അപ്പൊ fc+fm വരുമ്പോൾ 200+5, that is 205 kHz, fc-fm, that becomes 195 kHz. That means we can say B is the choice. വീണ്ടും 2019 തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. For signal transmission, the modulation is necessary. നമ്മുടെ മോഡുലേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടു ട്രാൻസ്മിറ്റ് ദാറ്റ് സിഗ്നൽ ടു ലാർജ് ഡിസ്റ്റൻസസ് ആണ്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ ലെങ്ത് ഓഫ് ആന്റിന നമുക്ക് കിട്ടുന്നു, പവർ ഓഫ് ട്രാൻസ്മിഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസസ് ആണ്, പൊല്യൂഷൻ തുടങ്ങി ഇന്റർഫറൻസ് ഡിക്രീസസ് ആണ്. സോ വി ക്യാൻ സേ ഹിയർ ദാറ്റ് ഡി ഈസ് ദി ചോയ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. Number 6, speech signals is in the range of. സാധാരണ ടെലിഫോണിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ വോയിസ് സിഗ്നൽസ് ആയിട്ട് പറയുന്നത് 20 to 20 kHz അല്ല എന്നുള്ള കാര്യം ഓർക്കുക. സാധാരണ സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 300 to 3100 Hz, റഫ്ലി 2800 Hz ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് to speak എന്നുള്ള കാര്യം ഓർക്കുക. So for the 6th question we get the answer as a C choice. Number 7, the wavelength of the wave with 30 MHz frequency lambda എന്ന് പറയുന്നത് C/f ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ 3 × 10 to the power of 8 division by 3 × 10 to the power of 7 ആകുമ്പോൾ 10 മീറ്റർ ആണെന്നോ അല്ലെങ്കിൽ 1000 സെന്റിമീറ്റർ ആണെന്നോ നമുക്ക് പറയാം. That means D is the choice. We can move with the question number 8. To transmit a signal of frequency omega m with a carrier frequency omega c in AM transmission, the bandwidth of the filter and amplifier. ബാൻഡ് വിഡ്ത്ത് പെർ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. അത് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി മൈനസ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് നമുക്കറിയാം. ദാറ്റ് മീൻസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം മൈനസ് ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം. സോ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് ഡബിൾ ഓഫ് ദി ആങ്കുലർ ഫ്രീക്വൻസി ഓഫ് ദ ഇൻഫർമേഷൻ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് വേവ്. So we can move with the question number 9. If the height of the tower is increased by 21%, the transmission range is enhanced by.
സോ നമുക്കിവിടെ ഹൈറ്റിനാണ് ഇൻക്രിമെന്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ റേഞ്ചുമായിട്ടാ. അപ്പോൾ റേഞ്ചിന്റെ ഫൈനൽ മൈനസ് റേഞ്ചിന്റെ ഇനിഷ്യൽ ബൈ ദാറ്റ് ഇനിഷ്യൽ ഇൻറ്റു 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് √2RH ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് സോ വി ക്യാൻ റൈറ്റ് 2RHF മൈനസ് √2RH ഡിവിഷൻ ബൈ √2RH. ഇവിടെ നമുക്ക് എച്ച് എന്ന് പറയുന്നത് ഇനിഷ്യൽ കൺസെപ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ HF എന്ന് പറയുന്നത് ഇനിഷ്യൽ വാല്യൂവിൽ നിന്ന് 0.21 വാല്യൂ കൂടുതലായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കോമൺ ആയിട്ട് √2R ക്യാൻസൽ ആയി കളഞ്ഞാൽ HFന് പകരം നമുക്ക് 1.21H ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് √H നമുക്ക് ക്യാൻസൽ ആയാൽ √1.21 എന്ന് പറഞ്ഞാൽ 1.1/1 into 100%. റഫ്ലി നമുക്ക് പറയാം 10% ആണ് നമ്മുടെ ട്രാൻസ്മിഷൻ റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ 2016 എന്നാണ്. ദ റേഞ്ച് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബൈ. സാധാരണ രൂപത്തിൽ നമ്മൾ ഒരു ടവേഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ട് നമ്മുടെ റേഞ്ച് കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് എന്ന് വിളിക്കുക. നമ്മുടെ NCERT സിലബസിലുള്ള ടെർമിനോളജി വായിച്ചിരിക്കാൻ ഓർക്കുക. For commercial telephonic communication, the frequency range for speech signals എന്ന് പറയുന്നത് 300 Hz തുടങ്ങി 3100 Hz ആണെന്നുള്ള കാര്യം ഓർക്കുക. The role of envelope detector in an AM receiver. സാധാരണ രൂപത്തിൽ റിസീവറിലെ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ നിന്ന് ഇൻഫർമേഷനെ മെസ്സേജ് സിഗ്നലിനെ റീട്രൈവ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളുടെ ഡിറ്റക്ടർ അഥവാ ഡിമോഡുലേറ്റർ ചെയ്യുന്നത്. We can move with the question number 13. Identify the mismatched pair. See, noise അത് unwanted signal ആണെന്ന് നമുക്കറിയാം. Repeater, yes, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിനെ നമുക്ക് ഒന്നാമത്തെ ഒരു പരിധി വരെ റിപ്പീറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രാൻസ്ഡ്യൂസർ, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഫോമിൽ നിന്ന് മറ്റൊരു ഫിസിക്കൽ ഫോമിലേക്കുള്ള കൺവേർട്ടർ ആണ്. ശരിയാണ്. Demodulation, retrieving of the information. Attenuation, there is a loss of strength of signals. So but here the strengthening എന്നാണ് പറയാ. So ഇതാണ് mismatched ആയിട്ടുള്ള pair. is the answer. 14th question 2015 question ആണ്. Pick out the wrong statement. That's a question. See, analog signals provide a continuous set of values. Digital signals represent discrete steps. Analog signals cannot utilize the binary system. Yes, digital signals can be processed by logic gates. The digital signals can utilize decimal as well as binary system. No, അവിടെ ഡിജിറ്റൽ സിഗ്നൽസിന് ബൈനറിയോ അല്ലെങ്കിൽ ആസ്കി കോഡ്സോ ഒക്കെയാണ് അവർ ഉപയോഗിക്കുക. എ ഗ്രൗണ്ട് receiver receives a signal at 5 MHz transmitted by a good transmitter at a height of 320 meter, which is 110 km away from it. Then it can be communicated through. അപ്പോൾ ഇവിടെ നമ്മുടെ റിസീവ് ചെയ്യുന്നത് 5 MHz ആണെന്നാണ് നമ്മളോട് പറയാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 3 തുടങ്ങി 30 MHz വരെയുള്ള ഫ്രീക്വൻസീസ് ഉപയോഗിക്കുന്നത് നമ്മളുടെ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. We can move with the question number 16. The power radiated by the linear length of antenna L and wavelength lambda is. It is a very important advantages of modulation. The power of transmission is proportional to L by lambda the whole square. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് that power is inversely proportional to wavelength square.
എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ. അപ്പോൾ ഫ്രീക്വൻസി കൂടുമ്പോൾ പവർ ഓഫ് ട്രാൻസ്മിഷൻ കൂടുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ചോയ്സ് ആൻസർ ആയിട്ട് പറയാം. We can move with number 17. A point-to-point communication mode is seen in എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് a single transmitter, a single receiver system. The best ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ടെലിഫോണിക് സിസ്റ്റമാണ്. ആ ലാൻ കണക്ഷനിൽ വർക്ക് ചെയ്യുന്നത് ഫാക്സ് ട്രാൻസ്മിഷൻ, നമുക്ക് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ബാക്കിയുള്ള കേസസ് എല്ലാം തന്നെ പോയിന്റ് ടു പോയിന്റിന് പകരമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. സോ വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 18. സി 2014 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. If the height of the transmitting and the receiving antennas are equal, the maximum line of sight distance between them. നമ്മളത് വളരെ കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത ഒരു കാര്യമാണ്. That is equal to 2RHT plus root of 2RHR. പക്ഷേ ഹൈറ്റ് ഓഫ് ദ ടവർ സെയിം ആയതുകൊണ്ട് റൂട്ട് 2RH ആയിട്ട് നമുക്ക് എടുക്കാം. ആ 2 ഉള്ളിലോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്ക്വയർ എടുക്കുന്ന കാര്യം മറക്കരുത്. സോ we get the answer as root 8RH. So D is the choice. We can move with the question number 19. The ionospheric layer acts as a reflected for the frequency range. അപ്പം സാധാരണ രൂപത്തിലെ അയനോസ്ഫെറിക് ലെയേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പോൾ സ്കൈ വേവ് എന്ന് പറയുന്നത് നമ്മളുടെ ഷോർട്ട് വേവ് ബാൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കരിയർ സിഗ്നൽ എന്ന് പറയുന്നത് 30 to 30 MHz ആണ്. സോ ഫോർ 19 we can take B as the choice. For question number 20, the radiating power of linear length of antenna L for a wavelength of lambda is proportional to, we know the concept as L square by lambda square. Number 21, a signal of 5 kHz frequency modulates a carrier frequency 1 MHz and a peak voltage 25 volt. If the amplitude at the side band of the amplitude modulated signal is 5 volt, then the modulation index. നമ്മുടെ സൈഡ് ബാൻഡുകൾ നമുക്കറിയാം. ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 3 തരത്തിലുള്ള വേവുകളാണ് അതിൽ ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 3 തരത്തിലുള്ള വേവുകളെ നമ്മൾ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് അതിൻ്റെ സെൻട്രൽ വേവാണ്. ആ സെൻട്രൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി എഫ്സിയുമായിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ അപ്പർ സൈഡ് ബാൻഡാണ്. അവൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് m/EC/2 അവൻ്റെ ഫ്രീക്വൻസി FC+FM ആണെന്ന് നമുക്കറിയാം. അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡാണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് m/EC/2 അവൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FC-FM ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുത്തെ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ m/EC/2 എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ് തന്നിരിക്കുക. ഇവിടെ നമ്മുടെ പീക്ക് വോൾട്ടേജ് കരിയറിന്റെ പീക്ക് വോൾട്ടേജ് 25 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ m എന്ന് പറയുന്നത് 5 × 2 ഡിവിഷൻ ബൈ EC ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവിഷൻ ബൈ നമുക്ക് അവന്റെ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് 25 ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവിഷൻ ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 ആണ് നമുക്ക് അവിടുത്തെ മോഡുലേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോഡുലേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. So we can move with the question number 22. See, a repeater is a combination of, സാധാരണ റിപ്പീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ റേഞ്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന ടവേഴ്സ് ആണെങ്കിലും ഓരോ ടവേഴ്സിനും മസ്റ്റ് ഹാവ് ദ കപ്പാസിറ്റി ടു റിസീവ് ദ ഡേറ്റ ആഫ്റ്റർ ആംപ്ലിഫിക്കേഷൻ റീട്രാൻസ്മിഷനിലുള്ള കൺസെപ്റ്റുകളും അവിടെ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ റിസീവറും ട്രാൻസ്മിറ്ററും ഒരുമിച്ച് ചേർന്നതായിരിക്കണം. സോ സി എസ് ദി ആൻസർ. നമ്പർ 23, ഫൈൻഡ് ദ മിസ്മാച്ച്.
സ്കൈ വേവ് പ്രൊപ്പഗേഷൻ സാധാരണ സ്കൈ വേവിന് 3 to 30 മെഗാഹെർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് കറക്റ്റായിട്ട് പറയാം. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ സാധാരണ 88 തുടങ്ങി 108 മെഗാഹെർട്സ് വരെയുള്ളതാണ് നമ്മൾ നമ്മുടെ FM-നൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം അതിനേക്കാൾ കൂടുതലായിട്ടുള്ളത് നമുക്ക് അവിടെ ഉപയോഗിക്കാം. എന്നിരുന്നാലും 30 മെഗാഹെർട്സിന് താഴെയാക്കാൻ പാടില്ല. കാരണം നമ്മളുടെ അയണോസ്ഫിയറിനെ തുളച്ചു പോകുന്ന ഫ്രീക്വൻസീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The mobile telephony, the frequency range is 800 to 950 kilohertz. ഓർക്കുക, അവിടെ നമ്മൾ മെഗാഹെർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതാണ്ട് 896 to 901 മെഗാഹെർട്സും അതോടൊപ്പം തന്നെ 840 to 935 മെഗാഹെർട്സുമാണ് നമ്മൾ ടെലിഫോണിക്ക് വേണ്ടി ഉപയോഗിക്കുക. അത് മൊബൈൽ ടു ബേസ് സ്റ്റേഷനും ബേസ് സ്റ്റേഷൻ ടു മൊബൈലും എന്നുള്ള തരത്തിൽ. സോ മിസ്മാച്ച് ആയിട്ട് നമുക്ക് മൊബൈൽ ടെലിഫോണി നമുക്ക് പറയാം. ഫാക്സിമിലി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡോക്യുമെന്റ് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നു. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 0.5 മെഗാഹെർട്സ് തുടങ്ങി നമുക്ക് 1.5 megahertz വരെയാണ്. So C is the answer for the problem. 24th, a television tower of height 140 meter can broadcast the signal up to a maximum area of. അപ്പോൾ നമ്മുടെ റേഞ്ചുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. റേഞ്ച് h ഹൈറ്റ് ഉള്ള ഒരു ടവറിന് 2r/h ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ എന്ന് പറയുന്നത് π × d² ആയിരിക്കും. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 2πr/h. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ യൂണിറ്റ് ഒന്ന് തന്നെയാണെന്ന് നമ്മൾ ഓർക്കാം. ഇവിടെ 6400 കിലോമീറ്റർ ആണ് റേഡിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഹൈറ്റ് നമ്മൾ കിലോമീറ്ററിലേക്ക് നമ്മൾ എഴുതുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്താൽ വി ഗെറ്റ് ദ ആൻസർ as is equal to 5.626 into 10 to the power of 3 that much kilometer square. So B is the choice. We can move with the question number 25. The waves that are bent down by the ionosphere എന്ന് പറയുമ്പോൾ അയണോസ്ഫിയറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കൈ വേവ്സ് ആണെന്നുള്ള കാര്യം മറക്കരുത്. നമ്പർ 26. A ground receiver in line of sight communication cannot receive direct waves due to. So for number 26, see the very important one. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അറ്റനുവേഷൻ വളരെ കൂടുതലായതുകൊണ്ട് നമ്മുടെ കർവേച്ചർ കാരണം ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇതേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടത്തില്ല. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ബി എസ് ദി ചോയ്സ്. In an amplitude modulation with a modulation index 0.5, the ratio of amplitude of the carrier wave to the amplitude of the side band in the modulated wave, that is amplitude of the carrier wave എന്ന് പറയുന്നത് EC, amplitude of the side band EM/EC/2 എന്ന് പറയുമ്പോൾ നമുക്ക് 2/m ആയിട്ട് നമുക്ക് എടുക്കാം. that is equal to 2 division by 0.5, 1/2, that is equal to 4:1 as the answer. That means A as the answer. 28th question, 2011. The distance of coverage of transmit antenna is 12.8 kilometer. Then the height of the antenna is, നമുക്കറിയാം d എന്ന് പറയുന്നത് √2r/h ആണ്. സോ d² എന്ന് പറയുന്നത് 2r/h ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ h എന്ന് പറയുന്നത് d² ഡിവിഷൻ ബൈ 2r. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് d എന്ന് പറയുന്നത് റേഞ്ച് ആണ്. സോ 12.8 into 12.8 into, അപ്പോൾ ഇവിടെ കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുതേ. അപ്പോൾ നമുക്ക് 2 into റേഡിയസ് എന്ന് പറയുന്നത് കിലോമീറ്ററിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ we get the answer as 28 that much kilometer. കിലോമീറ്ററിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ we get as 12.8 meter. That means B as the choice. So we can move with the question number 29. If EC is equal to EM is equal to are carrier and modulating signals, the modulation index എന്ന് പറയുന്നത് amplitude of the modulating wave by amplitude of the carrier wave. Modulating waveന്റെ amplitude 10 ഉം
ഇവിടെ കരിയർ വേവിൻ്റെ 20 ആയതുകൊണ്ട് 0.5 എന്നോ അല്ലെങ്കിൽ ഇൻറ്റു 100% 50% ആയിട്ടോ നമുക്ക് പറയാം. ദാറ്റ് മീൻസ് സി as the answer. See the question number 30. 1000 kilohertz carrier wave is amplitude modulated by a signal frequency 200 to 4000 hertz. The channel width of these waves is bandwidth per station എന്ന് പറയുന്നത് double of the frequency of the modulating wave. So 2 into here the 4 kilohertz, so that is equal to 8 kilohertz. So that is the answer. That means A as the choice. So dear students, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. മാക്സിമം MCQs ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.